നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ലൈറ്റൻ ചെയ്യാനായിട്ടും. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തെ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും പറ്റുന്ന അടിപൊളി ഒരു ഫേഷ്യലിൻ്റെ വീഡിയോ ആണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. സാധാരണയായിട്ട് ഫേഷ്യൽ 4 സ്റ്റെപ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫേഷ്യൽ ചെയ്യുന്നത്. ഈ ഒരു ഫേഷ്യലിന് 3 സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഫേഷ്യൽ നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേഷ്യലാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഫേഷ്യൽ ചെയ്യാനായിട്ട് പോകുന്നത് പച്ചപ്പാൽ ഉപയോഗിച്ചിട്ടാണ്, തിളപ്പിക്കാത്ത പാല്. അപ്പോൾ ഈ ഒരു പച്ചപ്പാൽ യൂസ് ചെയ്തിട്ട് നമ്മൾ അടിപൊളിയായിട്ട് സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാനായിട്ടും അതേപോലെ സ്കിൻ ഒന്ന് ഗ്ലോ ആക്കാനായിട്ടും പറ്റുന്ന ഒരു നാച്ചുറൽ ഫേഷ്യലാണ് നമ്മളിന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പം നമ്മൾ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഒരു ക്ലെൻസിങ് ലോഷനാണ്, സിമ്പിളിൻ്റെ ക്ലെൻസിങ് ലോഷനാണ്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ക്ലെൻസിങ് ലോഷനാണ്. ഇതൊരു ഫോം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലെൻസിങ് ലോഷനാണ്. ഇനി നമ്മൾ ഇത് മൊത്തത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ഫേസിലെ ഫുൾ അഴുക്കുകളും കാര്യങ്ങളും ഒക്കെ പൊക്കോളും. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിത് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. ഇനി അടുത്തായിട്ട് നമ്മൾ പച്ചപ്പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫുള്ളായിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതുപോലെ ചുളിവുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഈ ഒരു പച്ചപ്പാൽ ഡെയിലി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാൻ പച്ചപ്പാൽ ഫുള്ളായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് വാഷ് ചെയ്ത് കളയേണ്ട കാര്യമില്ല. നമ്മൾ ആ ഒരു പാല് സ്കിന്നിലേക്ക് അബ്സോർബായിട്ട് പോകണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു പാക്ക് തയ്യാറാക്കാം. അപ്പം നമ്മൾ ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 1.5 സ്പൂണോളം ഉരുളക്കിഴങ്ങിൻ്റെ പേസ്റ്റാണ് എടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് തക്കാളി നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നതാണ്. തക്കാളി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ ഇതിൽ നിന്ന് ഒരു 1.5 സ്പൂണ് തക്കാളി പേസ്റ്റാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഓട്സ് ആണ് കേട്ടോ. ഓട്സ് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഓട്സ് നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് സൺ ടാൻ മാറ്റാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഞാൻ 1 സ്പൂൺ ഓട്സ് ആണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് തേനാണ്. 1 സ്പൂൺ തേന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് തിളപ്പിക്കാത്ത പാലാണ്. തിളപ്പിക്കാത്ത പാൽ 1 സ്പൂണാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു പാക്കാണ്. നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടെ ഓട്സിൻ്റെ പൗഡർ ഇട്ട് കൊടുത്ത് തിക്കാക്കി എടുത്താൽ മതി. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു പാക്കാണ്. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രബിങ്ങും മസാജിങ്ങും പാക്ക് എല്ലാം കൂടെ കൂട്ടി ഒറ്റ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പാക്ക് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് സ്ക്രബ് ചെയ്ത് മസാജ് ചെയ്യും. അതിന് ശേഷം നമ്മൾ ഒരു ലെയറും കൂടെ ഇതിനോടൊപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോയും തക്കാളിയും അതേപോലെ തന്നെ ഓട്സും എല്ലാം തന്നെ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ സ്കിന്ന് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് കേട്ടോ.
പാക്ക് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതുപോലെ സ്ക്രബ് ചെയ്യുക, അതേപോലെ തന്നെ മസാജ് ചെയ്യുകയും ചെയ്യുക. സ്ക്രബിങ്ങും മസാജിങ്ങും കൂടെ ഒറ്റ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതുപോലെ മൂക്കിൻ്റെ സൈഡുകളിലും അതേപോലെ ലിപ്സിൻ്റെ സൈഡുകളിലും ഒക്കെ നന്നായിട്ട് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മുടെ സ്ക്രബിങ്ങും മസാജിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ തന്നെ ഒരു ലെയറും കൂടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു പാക്ക്. ഇനി ഞാനിത് മുഖം ഒന്ന് തുടയ്ക്കാം. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മാസ്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മുട്ടയുടെ വെള്ളയാണ് കേട്ടോ, മുട്ട വെള്ളയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് പച്ചപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റാണ് കേട്ടോ. അത് ഞാൻ കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു വാട്ടർ കൺസിസ്റ്റൻസി തന്നെ ആയിരിക്കും കേട്ടോ നമുക്ക് കിട്ടാതെ. അപ്പം ഞാനിത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഫേസ് നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഈ ഒരു മുട്ട വെള്ളം അടിപൊളിയാണ്. അപ്പം മൊത്തത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ കഴുത്തിൻ്റെ താഴ്ഭാഗത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ എങ്ങാക്കി വെക്കാനായിട്ടും ഒക്കെ ഈ ഒരു മാസ്ക് അടിപൊളിയാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിത് വാഷ് ചെയ്യാം. ഒരു 10 അല്ലെങ്കിൽ 20 മിനിറ്റ്സ് വെച്ചാൽ മതി. അപ്പം അതിനുശേഷം വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു ഫേഷ്യൽ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. പെട്ടെന്നൊരു ഫംഗ്ഷനൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യുകയാണെങ്കിൽ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും സ്കിന്നൊന്ന് ഗ്ലോ ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇനി ഞാനിത് ഫേസ് ഒന്ന് തുടച്ചെടുക്കട്ടെ. തുടച്ചതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഹൊലയുടെ മോയ്സ്ചറൈസിങ് ക്രീമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഉള്ളത് അത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.